സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൺഫ്യൂസ് ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. കൺഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ വെർബിൻ്റെ 3 രൂപങ്ങൾ ഞാൻ പറയുകയാണ്. കൺഫ്യൂസ്, കൺഫ്യൂസ്ഡ്, കൺഫ്യൂസ്ഡ്. അപ്പോൾ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലായി എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ കൺഫ്യൂസ്ഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൺഫ്യൂസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. ഒരു പുതിയ വേർഡാണത്. ഞാനിന്ന് ഇതുവരെ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു ഡിഫറൻ്റായ വേറൊരു വേർഡ്. കൺഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ള അർത്ഥം വരും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വേർഡും പഠിക്കാം. ഇതിനോട് കൂടെ നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള കുറേ സെൻറ്റൻസുകളും പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ് നിങ്ങളെ മനസ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ചിന്താക്കുഴപ്പത്തിലാണ് എന്ന് പറയുന്ന വേർഡാണ് ഐ ആം കൺഫ്യൂസ്ഡ്. ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം കൺഫ്യൂസ്ഡ്. ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം കൺഫ്യൂസ്ഡ്. ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. അല്ലേ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറയില്ല. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് എന്നെങ്ങനെ പറയാം? ഐ ആം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഞാൻ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഞാൻ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഞാനിപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അവൾ ദിശ തെറ്റിച്ചു എന്നെങ്ങനെ പറയാം? ഷീ കൺഫ്യൂസ്ഡ് ദ ഡയറക്ഷൻ. അവൾ ദിശ തെറ്റിച്ചു. ഷീ കൺഫ്യൂസ്ഡ് ദ ഡയറക്ഷൻ. അവൾ ദിശ തെറ്റിച്ചു. ഷീ കൺഫ്യൂസ്ഡ് ദ ഡയറക്ഷൻ. അവൾ ദിശ തെറ്റിച്ചു. ഞാൻ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി എന്നെങ്ങനെ പറയാം? ഐ ആം സഡൻലി കൺഫ്യൂസ്ഡ്. ഞാൻ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി. ഐ ആം സഡൻലി കൺഫ്യൂസ്ഡ്. ഞാൻ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി. ഐ ആം സഡൻലി കൺഫ്യൂസ്ഡ്. ഞാൻ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി. വളരെ ആശയക്കുഴപ്പത്തിലാണെന്ന് എങ്ങനെ പറയാം? ഐ ആം സോ കൺഫ്യൂസ്ഡ്. ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ്. 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 ആശയക്കുഴപ്പം തോന്നുന്നു എന്നെങ്ങനെ പറയാ? ഐ ഫീൽ കൺഫ്യൂസ്ഡ്. എനിക്ക് ആശയക്കുഴപ്പം തോന്നുന്നു. ഐ ഫീൽ കൺഫ്യൂസ്ഡ്. എനിക്ക് ആശയക്കുഴപ്പം തോന്നുന്നു. ഐ ഫീൽ കൺഫ്യൂസ്ഡ്. എനിക്ക് ആശയക്കുഴപ്പം തോന്നുന്നു. അവളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയുള്ളൂ എന്നെങ്ങനെ പറയാം? യു വിൽ ഓൺലി കൺഫ്യൂസ് ഹെർ മോർ. നിങ്ങൾ അവളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയുള്ളൂ. യു വിൽ ഓൺലി കൺഫ്യൂസ് ഹെർ മോർ. നിങ്ങൾ അവളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയുള്ളൂ. യു വിൽ ഓൺലി കൺഫ്യൂസ് ഹെർ മോർ. നിങ്ങൾ അവളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയേ ഉള്ളൂ. നിങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടാകണം എന്നെങ്ങനെ പറയാം? യു മസ്റ്റ് ബി കൺഫ്യൂസിങ് മീ. നിങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടാകണം. യു മസ്റ്റ് ബി കൺഫ്യൂസിങ് മീ. നിങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടാകണം. യു മസ്റ്റ് ബി കൺഫ്യൂസിങ് മീ. നിങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടാകണം. ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു എന്നെങ്ങനെ പറയാം? ദ ജനറൽ വാസ് ട്രൈയിങ് ടു
കൺഫ്യൂസ് ദ എനിമി, പൊതുവായ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. ദ ജനറൽ വാസ് ട്രൈയിങ് ടു കൺഫ്യൂസ് ദ എനിമി, പൊതുവായ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. ദ ജനറൽ വാസ് ട്രൈയിങ് ടു കൺഫ്യൂസ് ദ എനിമി, പൊതുവായ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ദർ ഈസ് സ്റ്റിൽ സം കൺഫ്യൂഷൻ, ഇനിയും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. 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 സമയത്തെക്കുറിച്ച് ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നെങ്ങനെ പറയാം? ദർ ഈസ് സ്റ്റിൽ സം കൺഫ്യൂഷൻ ആസ് ടു ദ ടൈം ഓഫ് മീറ്റിംഗ്, മീറ്റിങ്ങിൻ്റെ സമയത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴുമുണ്ട്. ദർ ഈസ് സ്റ്റിൽ സം കൺഫ്യൂഷൻ ആസ് ടു ദ ടൈം ഓഫ് മീറ്റിംഗ്, മീറ്റിങ്ങിൻ്റെ സമയത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴുമുണ്ട്. ദർ ഈസ് സ്റ്റിൽ സം കൺഫ്യൂഷൻ ആസ് ടു ദ ടൈം ഓഫ് മീറ്റിംഗ്, മീറ്റിങ്ങിൻ്റെ സമയത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ഉണ്ട്. ദ ടോട്ടൽ കൺഫ്യൂഷൻ വെൻ ദ ട്രക്ക് ഹിറ്റ് ദ റെസ്റ്റോറൻറ്റ്, ട്രക്ക് റെസ്റ്റോറൻറ്റിൽ ഇടിച്ചപ്പോൾ മൊത്തം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. There was the total confusion when the truck hit the restaurant. ട്രക്ക് റെസ്റ്റോറൻറ്റിൽ ഇടിച്ചപ്പോൾ മൊത്തം ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. There was total confusion when the truck hit the restaurant. ട്രക്ക് റെസ്റ്റോറൻറ്റിൽ ഇടിച്ചപ്പോൾ മൊത്തം ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. കൺഫ്യൂസ്, ഞാൻ ആശയക്കുഴപ്പത്തിലാക്കുന്നു. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ കൺഫ്യൂസ്, ഞാൻ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഐ കൺഫ്യൂസ്, ഞാൻ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഐ കൺഫ്യൂസ്, ഞാൻ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഫോമിലാണ് നമ്മളൊരു പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുമെങ്കിൽ എന്താ പറയുക? ഐ ആം കൺഫ്യൂസിങ്, ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. 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 പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുന്നതെന്ന് എന്താ പറയുക? ഐ ഹാവ് കൺഫ്യൂസ്ഡ്, ഞാൻ ആശയക്കുഴപ്പത്തിലായി. 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 ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. ഹി ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. ഹി ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. ഹി ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. ഹി ലെഫ്റ്റ് ഹിസ് ഓഡിയൻസ് ത്രോലി കൺഫ്യൂസ്ഡ്, അവൻ തൻ്റെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി. She was very confused about her feelings, അവൾ അവളുടെ വികാരങ്ങളെക്കുറിച്ച് വളരെ ആശയക്കുഴപ്പത്തിലാണ്. She was very confused about her feelings, അവൾ അവളുടെ വികാരങ്ങളെക്കുറിച്ച് വളരെ ആശയക്കുഴപ്പത്തിലാണ്. She was very confused about her feelings, അവൾ അവളുടെ വികാരങ്ങളെക്കുറിച്ച് വളരെ ആശയക്കുഴപ്പത്തിലാണ്. ചേഞ്ച് ഓഫ് പ്ലാൻസ് കൺഫ്യൂസ്ഡ് എവരി വൺ, പെട്ടെന്നുള്ള പ്ലാനുകളുടെ മാറ്റം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി. ദ സഡൻ ചേഞ്ച് ഓഫ് പ്ലാൻസ് കൺഫ്യൂസ്ഡ് എവരി വൺ, പെട്ടെന്നുള്ള പ്ലാനുകളുടെ മാറ്റം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി.
The sudden change of plans confused everyone. പെട്ടെന്നുള്ള പ്ലാനുകളുടെ മാറ്റം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി. Complex question confused him. സങ്കീർണമായ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. The complex question confused him. സങ്കീർണമായ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. The complex question confused him. സങ്കീർണമായ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. The complex question confused him. സങ്കീർണമായ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. The complex question confused him. സങ്കീർണമായ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. Teacher's explanation confused the students. ടീച്ചറുടെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. The teacher's explanation confused the students. ടീച്ചറിൻ്റെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. The teacher's explanation confused the children. ടീച്ചറിൻ്റെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. Explanation confused the student. അധ്യാപകൻ്റെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. The teacher's explanation confused the student. അധ്യാപകൻ്റെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. The teacher's explanation confused the student. അധ്യാപകൻ്റെ വിശദീകരണം കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. Confused about your relation. അവൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. She is confused about your relation. അവൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. She is confused about your relation. അവൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. Got confused. അവൾ ആശയക്കുഴപ്പത്തിലായി. She got confused. അവൾ ആശയക്കുഴപ്പത്തിലായി. She got confused. അവൾ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലായി എന്നെങ്ങനെ പറയാ? He got confused. അവൻ ആശയക്കുഴപ്പത്തിലായി. Confused herself. അവൾ സ്വയം ആശയക്കുഴപ്പത്തിലായി. She 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 confuses me. Read it. അവൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. 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 അപ്പോൾ ഇന്ന് കൺഫ്യൂസ്ഡ്, കൺഫ്യൂഷൻ എന്നുള്ള വേർഡുകളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. യൂസ് ചെയ്താൽ മാത്രമേ അതിന് ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ ട്രൈ ചെയ്യുക, ഓരോ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.